അപ്പൊ നമുക്കറിയാം കടൽ എന്നുള്ളത് ഭൂമിക്കകത്തുള്ള മറ്റൊരു വലിയ ലോകം തന്നെയാണ് കടൽ എന്നുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യനുമായിട്ട് ബന്ധപ്പെട്ട് കടൽ അല്ലാഹു സുബ്ഹാനഹു വ തആല സംവിധാനിച്ചിട്ടുള്ള നിരവധി അനുഗ്രഹങ്ങളെ സംബന്ധിച്ചും അതോടൊപ്പം ആ ഒരു മഹാത്ഭുതത്തെ സംബന്ധിച്ച്, അതായത് അള്ളാഹുവിന്റെ സൃഷ്ടിയുടെ മഹാത്ഭുതം ഭൂമിയിലുള്ള മനുഷ്യന് ദർശിക്കാനുള്ള ഏറ്റവും പ്രകടമായിട്ട് അള്ളാഹുവിന്റെ ഒരു ദൃഷ്ടാന്താണ് കടൽ എന്നുള്ളത്. അതിലേക്കാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യന്റെ ശ്രദ്ധ ക്ഷണിക്കുന്നത്. പക്ഷെ വിചിത്രമായിട്ടൊരു കാര്യം, ശാസ്ത്രീയമായിട്ട് നമ്മൾ നോക്കുന്ന സന്ദർഭത്തിൽ നമ്മൾ ഭൂമിക്ക് അപ്പുറത്തുള്ള വാനലോകത്ത് നമ്മൾ അറിഞ്ഞ അത്ര പോലും ഭൂമിക്കകത്തുള്ള കടലിനെ സംബന്ധിച്ച് നമുക്ക് അറിയാൻ സാധിച്ചിട്ടില്ല എന്നുള്ളത് വളരെ വിചിത്രമായിട്ടുള്ള ഒരു കാര്യമാണ്. അതായത് നമ്മുടെ അതിലുള്ള അറിവ് വളരെ പരിമിതമാണ്. ആ പരിമിതമായിട്ടുള്ള അറിവിന്റെ അടിസ്ഥാനത്തിൽ തന്നെ നമ്മൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ചേർത്ത് ചിന്തിക്കുന്ന സന്ദർഭത്തിൽ നിരവധി അത്ഭുതങ്ങൾ കാണാൻ സാധിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പൊ നമുക്കറിയാവുന്നതുപോലെ ഭൂമിയുടെ 70 മുതൽ 71% ഭൂമിയിൽ ജലാണുള്ളത്. അതിൽ ഭൂമിയിലുള്ള 97% ജലവും ഉള്ളത് കടലിലാണ്. അതായത് ബാക്കി വരുന്ന 3% മാത്രമാണ് ഉപ്പില്ലാത്ത ശുദ്ധജലം ഇവിടെ ഉള്ളത്. 97% ഉപ്പുജലാണ്, അതിൽ 3% മാത്രമാണ് ശുദ്ധജലമായിട്ട് അവശേഷിക്കുന്നത്. ഈ 3% നിന്നാണ് മനുഷ്യരും ഇതര ജീവജാലങ്ങളെല്ലാം കുടിച്ചുകൊണ്ടിരിക്കുന്നത്. അതിലുള്ള ഒരു അത്ഭുതം എത്ര നിങ്ങൾ ചിന്തിച്ചു. അതായത് ഏതുപോലെ എന്ന് വെച്ചാൽ കോടാനുകോടി ഗ്രഹങ്ങളുണ്ട്. അതിൽ ഭൂമി എന്നുള്ള ഒരു ചെറിയ ഗ്രഹത്തിൽ മാത്രം ജീവൻ അനുയോജ്യമായിട്ടുള്ള രൂപത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല സംവിധാനിച്ചതുപോലെ അതേ രൂപത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇത്രയേറെ ഉപ്പുജലത്തിനിടയിൽ ഒരല്പം ശുദ്ധജലം മാറ്റിവെച്ചിരിക്കുകയാണ്. അപ്പൊ അങ്ങനെ ആകുന്ന സന്ദർഭത്തിൽ മനുഷ്യൻ ആ ഒരു അനുഗ്രഹത്തെ സംബന്ധിച്ച് ചിന്തിക്കും എന്നുള്ളതുകൊണ്ടായിരിക്കണം അല്ലാഹു സുബ്ഹാനഹു വ തആല അതേ രൂപത്തിൽ സംവിധാനിച്ചിട്ടുള്ളത്. ഒരല്പം ആകുന്ന സന്ദർഭം, ഒരുപാട് ലഭിക്കുന്ന സന്ദർഭത്തിൽ നമ്മൾ അതിനെ സംബന്ധിച്ച് കൂടുതൽ ചിന്തിക്കാൻ പോവുകയില്ല. പക്ഷെ അതേ സന്ദർഭത്തിൽ ഒരല്പമാകുന്ന സന്ദർഭത്തിൽ ആ ഒരു അനുഗ്രഹത്തെ സംബന്ധിച്ച് മനുഷ്യന് ചിന്തിക്കും എന്നുള്ളതുകൊണ്ടാണ്. സുബ്ഹാനല്ലാഹ്. അതേപോലെ തന്നെ കടൽ എന്തുകൊണ്ട് ഇത്രയേറെ ഉപ്പുജലം, 97% ഉപ്പുജലം, കടലിനെ ഉപ്പുജലമാക്കിയതിൽ നിരവധി യുക്തിയുണ്ട്. സുബ്ഹാനല്ലാഹ്. ഒരൊറ്റ ഒരു കാര്യം മാത്രം സൂചിപ്പിക്കണം. അപ്പൊ നമുക്കറിയാം ലക്ഷക്കണക്കിന് ജീവിവർഗങ്ങൾ കടലിനകത്ത് ജീവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ നമ്മുടെ നാട്ടില് ഏതെങ്കിലും ഒരു കുളത്തിലോ കിണറ്റിലോ ഏതെങ്കിലും ഒരു ജീവി ചത്തു കഴിഞ്ഞാൽ അതിന്റെ ദുർഗന്ധം എത്രയാണ് നിങ്ങൾ ചിന്തിച്ചു നോക്കുക. ആ ഒരു പരിസരത്തേക്ക് ഒരാൾക്ക് അടുക്കാൻ സാധ്യമല്ലാത്ത രൂപത്തിൽ വലിയ ദുർഗന്ധം അവിടെ ഉണ്ടാകും. പക്ഷെ അതേ സന്ദർഭത്തിൽ കടലിലെ ലക്ഷക്കണക്കിന് ജീവവർഗങ്ങളുണ്ട്. അതിൽ ദിനേന ആയിരക്കണക്കിന് ജീവവർഗങ്ങൾ ചത്തടയുന്നുണ്ട്. പക്ഷെ അതിന്റെ ഒന്നും യാതൊരു പ്രയാസവും ഭൂമിയിലുള്ള ആളുകൾക്ക് അനുഭവിക്കേണ്ടി വരുന്നില്ല. അതിന്റെ പ്രധാനപ്പെട്ട കാരണം ഈ രൂപത്തിൽ കടൽ ഉപ്പുജലമാക്കിയതാണ്. സുബ്ഹാനല്ലാഹ്. ഇവിടെ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് മറജൽ ബഹ്റൈനി യൽതഖിയാൻ, രണ്ട് സമുദ്രങ്ങൾ, ബഹ്റൈൻ രണ്ട് സമുദ്രങ്ങൾ കൂടിച്ചേരുന്ന വിധം. മറജ എന്നുള്ള പദം നമുക്കറിയാം, മറജ എന്ന് പറഞ്ഞാൽ കൂടിച്ചേരുക. നിരവധി പദങ്ങൾ അറബി ഭാഷയിൽ നിന്ന് ഇംഗ്ലീഷ് ഭാഷയിലേക്ക് വന്നതായിട്ടുണ്ട്. അതിൽ ഒന്നായിട്ട് ഇതിനെയും പരിഗണിക്കപ്പെടുന്നുണ്ട്. കാരണം എന്താ വെച്ചാൽ നമുക്കറിയാം ഇംഗ്ലീഷ് ഭാഷയിലും മെർജ് എന്ന് പറഞ്ഞാൽ രണ്ടെണ്ണം കൂട്ടിച്ചേർക്കുന്നത്. ഇപ്പൊ നമ്മൾ എക്സലൊക്കെ ഉപയോഗിക്കുന്ന ആളുകൾക്കറിയാം രണ്ടെണ്ണത്തിനെ കൂട്ടിച്ചേർക്കുന്നതിന് ഇംഗ്ലീഷ് ഭാഷയിൽ മെർജ് എന്നാ പറയുക. അതേ സന്ദർഭത്തിൽ അറബി ഭാഷയിലും മറജ എന്ന് പറയുമ്പോൾ കൂടിച്ചേരുക എന്നുള്ളതാണ്. അപ്പൊ രണ്ട് സമുദ്രങ്ങൾ കൂടിച്ചേരുന്ന വിധം അവൻ അയച്ചുവിട്ടിരിക്കുന്നു. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല അടുത്ത ആയത്തിൽ ബൈനഹുമ ബർസഖുൻ ലാ യബ്ഗിയാൻ, അവക്കിടയിൽ ഒരു ബർസഖ് ഉണ്ട്, അതിനെ അവർ ഭേദിക്കുന്നില്ല. ബർസഖ് എന്ന് വെച്ചാൽ മറ. ബർസഖ് എന്നുള്ള പദം നമ്മളെ സംബന്ധിച്ച്, മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം സുപരിചിതമാണ്. കാരണം ദുനിയാവിനും ആഖിറത്തിനും ഇടയിലുള്ള ചെറിയ സങ്കേതത്തെയും നമ്മൾ ബർസഖ് എന്നാണ് വിളിക്കുന്നത്. ഖബറിലുള്ള നമ്മുടെ ജീവിതം. സുബ്ഹാനല്ലാഹ്. അത് രണ്ടിനും ഇടയിലുള്ള ചെറിയ ലോകമാണ്, അല്ലെങ്കിൽ ചെറിയൊരു മറയാണ് നമ്മുടെ ബർസഖ്, ഈ ജീവിതം. അപ്പോ അത്ഭുതം എന്താന്ന് വെച്ചാൽ ഒരു ഭാഗത്ത് ഉപ്പുജലവും മറ്റൊരു ഭാഗത്ത് ശുദ്ധജലവും, അതേ രൂപത്തിൽ ഒരു ഭാഗത്ത് ദുനിയാവും മറ്റൊരു ഭാഗത്ത് ആഖിറത്തും, അതിനിടയിൽ വരുന്ന ലോകത്തെയും നമ്മൾ ബർസഖ് എന്നാണ് വിളിക്കുന്നത്. അപ്പോ ഭൂമിയുടെ ഉള്ള ശുദ്ധജല സ്രോതസ്സുകൾ, അതായത് നദികൾ കടലുമായിട്ട് കൂടിച്ചേരുന്ന സ്ഥലത്തിൽ ഇത്തരത്തിൽ ഒരു അദൃശ്യമായിട്ടൊരു മറ അല്ലാഹു സുബ്ഹാനഹു വ തആല സംവിധാനിച്ചു എന്നാണ് ഈ ആയത്തിൽ പറയുന്നത്. അതുകൊണ്ടാണ് അവ രണ്ടും കൂടിക്കലരാത്തത്. നമ്മൾ അടുത്ത കാലത്ത്, ശാസ്ത്രീയമായിട്ട് അടുത്ത കാലത്താണ് നമ്മൾ ഇത് മനസ്സിലാക്കിയിട്ടുള്ളത്. ഉപ്പുജലവും ശുദ്ധജലവും കൂടിക്കലരുന്ന സ്ഥലത്ത് ഒരു പ്രത്യേകമായിട്ടൊരു മറ, അദൃശ്യ മറ അല്ലാഹു സുബ്ഹാനഹു വ തആല സംവിധാനിച്ചു എന്നുള്ള നിരവധി യൂട്യൂബ് വീഡിയോകളൊക്കെ അത് കൃത്യമായിട്ട് ആ പ്രദേശത്ത് പോയിട്ട് ആളുകൾ ആ ജലം ശേഖരിക്കുന്നതും കാണിച്ചിരുന്നതുമായിട്ടുള്ള നിരവധി വീഡിയോകൾ കാണാൻ സാധിക്കും. അപ്പൊ ഇത്തരത്തിലൊരു മറ അല്ലാഹു സുബ്ഹാനഹു വ തആല സംവിധാനിച്ചിട്ടില്ലായിരുന്നെങ്കിൽ ഭൂമിയിലുള്ള ശുദ്ധജല സ്രോതസ്സുകൾ മുഴുവനും ഉപ്പുജലമായിട്ട് മാറുമായിരുന്നു. അതായത് ഭൂമിയിലെ ശുദ്ധജലം നമുക്ക് ലഭിക്കാതെയാവും. അപ്പൊ അല്ലാഹു സുബ്ഹാനഹു വ തആല ആണ് ഇത് സംവിധാനിച്ചിട്ടുള്ളത്. സുബ്ഹാനല്ലാഹ്. സൂറത്തു നഹലിന്റെ 12-ാമത്തെ ആയത്ത് ഇതിനോട് നമ്മൾ ചേർത്ത് വായിക്കേണ്ടതാണ്. അവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു വമാ യസ്തവിൽ ബഹറാനി ഹാദാ അദ്ബുൻ ഫുറാത്തുൻ സാഇഹുൻ ശറാബുൻ വഹാദാ മിൽഹുൻ ഉജാജ്. രണ്ട് ജലാശയങ്ങൾ അത് സമമാകുകയില്ല. ഒന്ന് കുടിക്കാൻ സുഖമുള്ള ഹൃദ്യമായ ശുദ്ധജലം,
അതേ സന്ദർഭത്തിൽ മറ്റൊന്ന് കയ്പേറിയ ഉപ്പുജലം. സുബ്ഹാനല്ലാഹ്. ഈ രണ്ട് ജലാശയങ്ങൾക്കിടയിൽ ഈ ഉപ്പുജലത്തിന്റെയും ശുദ്ധജലത്തിനിടയിലും ഒരു മറ സംവിധാനിച്ചത് അള്ളാഹു സുബ്ഹാനഹു വതആലയാണ്. എന്തിനാണ് ആ മറ അള്ളാഹു സുബ്ഹാനഹു വതആല നൽകിയത്? അത് അതേ ആയത്തിന്റെ അവസാന ഭാഗത്ത് അള്ളാഹു സുബ്ഹാനഹു വതആല പറയുന്നുണ്ട്, ലിതബ്തഊ മിൻ ഫളിഹി വലഅല്ലകും തഷ്കുറൂൻ. അള്ളാഹുവിന്റെ അനുഗ്രഹത്തെ സംബന്ധിച്ച് നിങ്ങൾ മനസ്സിലാക്കാനും നിങ്ങൾ നന്ദി കാണിക്കാനും വേണ്ടിയിട്ടാണ് ഈ ഒരു അനുഗ്രഹം അള്ളാഹു സുബ്ഹാനഹു വതആല മനുഷ്യന് നൽകിയത്. സുബ്ഹാനല്ലാഹ്. ഭൂമിയിൽ ഞാൻ നേരത്തെ പറഞ്ഞു കാര്യമായിട്ടുള്ളത് ഉപ്പുജലാണ്. 97% ഉപ്പുജലാണുള്ളത്. അതിൽ നിന്നാണ് പ്രധാനമായിട്ടും നീരാവിയായിട്ട് വെള്ളം മേലേക്ക് ഉയരുന്നത്. നമ്മൾക്കറിയാം, നമ്മുടെ ജലചക്ര വാട്ടർ സൈക്കിൾ നമ്മൾക്കറിയാവുന്നതാണ്. ഈ കാര്യമായിട്ട് ഇവിടുന്ന് ഉയരുന്നത് ഈ കടൽ ജലാണ്. പക്ഷെ അതേ സന്ദർഭത്തിൽ തിരിച്ചു വരുന്നത് ശുദ്ധമായിട്ടുള്ള, നമുക്കറിയാം മഴ നമുക്ക് ലഭിക്കുന്ന സന്ദർഭത്തിൽ ശുദ്ധമായിട്ടുള്ള വെള്ളമാണ് നമുക്ക് ലഭിക്കുന്നത്. അത് നമ്മൾ എങ്ങനെ ശാസ്ത്രീയമായിട്ട് വിശദീകരിച്ചാലും അള്ളാഹു നൽകിയ ഏറ്റവും വലിയൊരു അനുഗ്രഹമാണ്. അതുകൊണ്ടാണ് അള്ളാഹു സുബ്ഹാനഹു വതആല ആ ഒരു അനുഗ്രഹത്തെ എടുത്ത് മനുഷ്യനെ കുലുക്കുന്ന രൂപത്തിൽ വല്ലാത്തൊരു ചോദ്യം അള്ളാഹു സുബ്ഹാനഹു വതആല പരിശുദ്ധ ഖുർആനിൽ ചോദിക്കുന്നുണ്ട്. സൂറത്തുൽ വാഖിയയുടെ 68-ാമത്തെ ആയത്ത് നിങ്ങളൊന്ന് വായിച്ചു നോക്കുക. അള്ളാഹു സുബ്ഹാനഹു വതആല അവിടെ പറയുന്നത്, അഫറഅയ്തുമുൽ മാ അല്ലദീ തശ്റബൂൻ, നിങ്ങൾ കുടിക്കുന്ന ജലത്തെ സംബന്ധിച്ച് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? അള്ളാഹു സുബ്ഹാനഹു വതആല ചോദിക്കുകയാണ്, അൻതും അൻസൽതുമൂഹു മിനൽ മുസ്നി അം നഹ്നുൽ മുൻസിലൂൻ, നിങ്ങളാണോ അതിനെ മേഘത്തിൽ നിന്നും ഇറക്കി തന്നത്, അതോ നാമാണോ ഇറക്കിയത്? മനുഷ്യനോടാണ് അല്ലാഹു സുബ്ഹാനഹു വതആല ചോദിക്കുന്നത്. നിങ്ങളാണോ മേഘത്തിൽ നിന്നും മഴ വർഷിപ്പിക്കുന്നത്, അതോ ഞാനാണോ? എന്നാൽ അല്ലാഹു സുബ്ഹാനഹു വതആല പറയുകയാണ്, ലൗ നശാഉ ജഅൽനാഹു ഉജാജൻ ഫലൗലാ തഷ്കുറൂൻ, നാം ഉദ്ദേശിച്ചിരുന്നെങ്കിൽ അതിനെ നാം ദുസ്വാദുള്ള ഉപ്പുവെള്ളമാക്കുമായിരുന്നു. സുബ്ഹാനല്ലാഹ്. അതായത് അല്ലാഹു സുബ്ഹാനഹു വതആല അവിടെയും ആയത്ത് അവസാനിപ്പിക്കുന്നത് ഫലൗലാ തഷ്കുറൂൻ. നേരത്തെ പറഞ്ഞ സ്ഥലത്തും വലഅല്ലകും തഷ്കുറൂൻ എന്ന് പറഞ്ഞുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വതആല ആയത്ത് അവസാനിപ്പിച്ചത്. ഇവിടെയും ഫലൗലാ തഷ്കുറൂൻ, എന്നിട്ട് നിങ്ങൾ എന്തുകൊണ്ടാണ് എനിക്ക് നന്ദി കാണിക്കാത്തത്? സുബ്ഹാനല്ലാഹ്. അതേപോലെ തന്നെ ഈ ജലത്തിന് പുറമെ ഇപ്പൊ ഇന്ന് നമ്മൾ മനസ്സിലാക്കുകയുണ്ടായി, നമ്മൾ ശ്വസിക്കുന്ന ഓക്സിജന്റെ നല്ലൊരു ഭാഗവും ലഭിക്കുന്നത് കടലിൽ നിന്നാണ്. വിചിത്രമായിട്ടുള്ള ഒരു കാര്യമാണ്. നമ്മൾ ഭൂമിയിൽ ശ്വസിക്കുന്ന ഓക്സിജന്റെ 80 മുതൽ 90% നമുക്ക് ലഭിക്കുന്നത് കടലിൽ നിന്നാണ്. അതോടൊപ്പം നമുക്ക് ലഭിക്കുന്ന വലിയ മത്സ്യസമ്പത്ത്, നമുക്ക് ശുദ്ധമായിട്ടുള്ള മത്സ്യം ഭക്ഷിക്കാനും അതേപോലെ തന്നെ അത് ആശ്രയിച്ചുകൊണ്ട് നിരവധി ആളുകൾക്ക് ആ മേഖലയിൽ ഉപജീവന മാർഗം നടത്താനെല്ലാം കടൽ നമ്മളെ സഹായിക്കുന്നുണ്ട്. അതേ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വതആല അതും പറയുന്നുണ്ട്, ലിതഅകുലു മിൻഹു ലഹ്മൻ ത്വരിയൻ, അവ രണ്ടിൽ നിന്ന്, അതായത് ശുദ്ധജല സ്രോതസ്സിൽ നിന്നും ഉപ്പജല സ്രോതസ്സിൽ നിന്നും നിങ്ങൾക്ക് പുത്തൻ മാംസം അല്ലെങ്കിൽ ഫ്രഷ് ആയിട്ടുള്ള മത്സ്യങ്ങൾ എടുത്ത് തിന്നാനും കടലിനെ അല്ലാഹു സുബ്ഹാനഹു വതആല നിങ്ങൾക്ക് സംവിധാനിച്ചു തന്നിരിക്കുന്നു എന്നുള്ള. സുബ്ഹാനല്ലാഹ്. അതിനുശേഷം ആ ആയത്തിൽ, അതായത് സൂറത്തു നഹ്ലിന്റെ ആയത്ത് ഇതുമായിട്ട് നമ്മൾ ചേർത്ത് വായിക്കേണ്ടതാണ്. അവിടെ മത്സ്യം എന്ന അനുഗ്രഹത്തെ സംബന്ധിച്ച് പറഞ്ഞതിന് ശേഷം അല്ലാഹു സുബ്ഹാനഹു വതആല അവിടെ പറയുന്നത്, വതസ്തഖ്രിജൂന ഹിലിയതൻ തൽബസൂനഹ, അല്ലാഹു സുബ്ഹാനഹു വതആല നിങ്ങൾക്ക് ധരിക്കാനുള്ള ആഭരണവും നിങ്ങൾ അതിൽ നിന്നും പുറത്തെടുക്കുന്നു. സുബ്ഹാനല്ലാഹ്.